വയനാടിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ദുരന്ത മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അടുത്ത ശനിയാഴ്ച മറ്റന്നാൾ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ടീം ലീഡർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി രാജീവ് കുമാറാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിരുന്നു, ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നു. സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതേവരെയുള്ള നില നോക്കിയാൽ അനുകൂലമായ പ്രതികരണമാണ് പൊതുവേ ഉള്ളത്. ദുരന്തബാധിതരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട്. പുനരധിവാസം ഉറപ്പുവരുത്തണം. അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് വിശദമായ കത്തും എഴുതിയിരുന്നു. ഈ വലിയ ദൗത്യത്തിന് കേന്ദ്രം നൽകുന്ന എല്ലാ പിന്തുണക്കും സഹായത്തിനും കത്തിലൂടെ നന്ദിയും രേഖപ്പെടുത്തിയിരുന്നു.